പൂന്തോട്ടം മൊത്തത്തിൽ താറുമാറായി കിടക്കുന്ന സാഹചര്യത്തിൽ പരിപാലനം മണിമുല്ലയിൽ നിന്നങ്ങ് തുടങ്ങാമെന്ന് കരുതി. പിന്നെ എന്തു പരിപാടിക്കിറങ്ങിയാലും കാര്യക്കാരൻ സിംബ മുൻപിൽ കാണും. സഹായത്തിനൊന്നുമല്ല കേട്ടോ, എന്തെങ്കിലും അടിച്ചു മാറ്റാൻ കിട്ടുമോ എന്നറിയാൻ നിൽക്കുന്ന നിൽപ്പാണത്. മോഷണമെന്ന അവന്റെ കലാപരിപാടികളെ നമ്മുടെ ഓട്ടം കൊണ്ടൊന്നും ജയിക്കാനാകില്ല. സിംബ അടിച്ചു മാറ്റിയൊന്നും ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാറില്ല. പക്ഷേ അത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. അവൻ എന്റെ കയ്യിൽ നിന്നും ദേ ഇപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കരണ്ടയുടെ പുറകിലായിരുന്നു അരമണിക്കൂർ. ഞാനിവിടെ മണിമുല്ലയുടെ ചുവട് വൃത്തിയാക്കുന്ന സമയത്ത് അമ്മ ഒരു കൂട്ടിനായി വന്ന് കത്രിക കൊണ്ട് തുളസിക്കതിരൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നു. ഇടയ്ക്ക് സിംബയുടെ ഉപദ്രവം പരുതി വിട്ടപ്പോൾ അവനെ ഞാൻ തലവഴി തുണിയിട്ട് തപ്പിയെടുത്ത് അകത്തിട്ടു. അനുസരണ കുറച്ച് കൂടി ഇനമായതുകൊണ്ട് റൂമിൽ കയറാൻ പറഞ്ഞാൽ ഇരട്ടി വേഗത്തിൽ ഓടിക്കളയും. അതും പ്രത്യേകിച്ച് ഞങ്ങൾ പുറത്തെന്തെങ്കിലും പരിപാടിയിലാണെങ്കിൽ. അങ്ങനെയുള്ളപ്പോൾ അവനെ പിടിക്കാൻ ഇതാണ് വളരെ ലഘുവായ മാർഗം. അതിനുശേഷം മണിമുല്ലയ്ക്ക് ചെറിയൊരു തടമെടുത്ത് വളമിട്ട് കൊടുത്തു. തറയിൽ നട്ടിരിക്കുന്നത് കൊണ്ട് വളം നിർബന്ധമില്ല. തുളസി ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വെട്ടിയതല്ലേ, അത് മണിമുല്ലയുടെ ചുവടുകൾക്ക് തണുപ്പാകട്ടെ എന്ന് കരുതി. ശേഷം ബാത്റൂമിന്റെ മുകളിലേക്ക് വള്ളി പടർന്ന് കയറാനായി 2 കയറും കെട്ടിക്കൊടുത്തു. ഒരു പരിധിക്കപ്പുറം മണിമുല്ല ഓടിന്റെ മുകളിൽ പടർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പ്രധാനമായും മണിമുല്ല ഔട്ട് ഹൗസിന്റെ മുകളിലേക്ക് പടർത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഔട്ട് ഹൗസിലാണ് സിംബ ഇടുന്നത്. അതുകൊണ്ട് തന്നെ കയറുമായി ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ എന്റെ കൂടെ വന്ന് ആള് സീനൊന്ന് കൊഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുകളിൽ നിന്നും ഒരു കയറ് വലിച്ച് മണിമുല്ലയ്ക്ക് കയറാൻ പാകത്തിന് കെട്ടിക്കൊടുത്ത ശേഷം ഞാൻ പതുക്കെ താഴേക്ക് വന്നു. ആ കെട്ട് അത്രയങ്ങോട്ട് ശരിയായിട്ടില്ല. വേറെ കുറച്ച് കലാപരിപാടികൾ അടുക്കളത്തോട്ടത്തിലുള്ളത് കാരണം തൽക്കാലം ഈ പരിപാടി ഞാനിവിടെ നിർത്തി.